when Salihan took on the Raj by P.Sainath? Well, friends, this video gives us 4 things. First, about the author P.Sainath. Number 2, who is Salihan? Number 3, a brief introduction to the lesson. And number 4, a brief summary. ഈ വീഡിയോയിൽ നിന്ന് നമുക്ക് 4 കാര്യങ്ങൾ കിട്ടും. ഒന്ന്, ഈ ആർട്ടിക്കിൾ എഴുതിയ പി സായിനാഥിനെ പറ്റി. 2, ആരാണ് ഈ സലിഹാൻ. 3, ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ. 4, ഒരു കുഞ്ഞു സമ്മറി. ഈ സമ്മറി കേട്ട് കഴിഞ്ഞാൽ മിക്ക ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിക്കും. പിന്നെ PDF-ന്റെ ലിങ്ക് താഴെയുണ്ട്, ആവശ്യമുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. സോ ഫ്രണ്ട്സ്, ഹിയർ വി ഗോ. ഫസ്റ്റ്, എ ലിറ്റിൽ ബിറ്റ് അബൌട്ട് P.Sainath. നമുക്ക് ഈ സായിനാഥ് ആരാണെന്ന് നോക്കാം. P.Sainath, he was born in 1957. He is a well-known Indian journalist, academic and author. P.Sainath പേരുകേട്ട ഒരു പത്രപ്രവർത്തകനും പണ്ഡിതനും എഴുത്തുകാരനുമാണ്. His major interests are poverty, structural inequities, caste discrimination and farmers' protests. സായിനാഥിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ ദാരിദ്ര്യം, അസമത്വം, ജാതി വിവേചനം, കർഷക സമരങ്ങൾ ഇവയൊക്കെയാണ്. He has traveled and written extensively on rural India. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കുകയും ഗ്രാമീണ ഇന്ത്യയെപ്പറ്റി ധാരാളം എഴുതുകയും ചെയ്തിട്ടുണ്ട്. He has received many awards. അദ്ദേഹത്തിന് ധാരാളം അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. However, Sainath has not accepted government awards including Padma Bhushan in 2009. എന്നാൽ 2009 ഇന്ത്യയിലെ മൂന്നാമത്തെ വലിയ അവാർഡായ പത്മഭൂഷൺ ഉൾപ്പെടെയുള്ള സർക്കാർ അവാർഡുകൾ സായിനാഥ് വേണ്ടെന്ന് പറഞ്ഞു. He said journalism should not be judged by the government. അദ്ദേഹം അതിന് പറഞ്ഞ കാരണം സർക്കാരുകൾ വിലയിരുത്തേണ്ട സാധനമല്ല പത്രപ്രവർത്തനം എന്നാണ്. His book Everybody Loves a Good Drought was declared a Penguin Classic in the year 2013. Everybody loves a good drought. ഒരു ഉഗ്രൻ വരൾച്ച എല്ലാവർക്കും ഇഷ്ടമാണ് എന്ന അദ്ദേഹത്തിന്റെ പുസ്തകം 2013 പെൻഗ്വിൻ ക്ലാസിക് ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. It contains his experiences from traveling 100,000 kilometers across India, comprising 5,000 kilometers on foot and the rest by 16 different modes of transport. ഇന്ത്യയിലെമ്പാടും 1,00,000 കിലോമീറ്റർ, അതായത് 5,000 കിലോമീറ്റർ കാൽനടയായിട്ട്, ബാക്കി 95,000 കിലോമീറ്റർ 16 വ്യത്യസ്ത ഗതാഗത മാർഗങ്ങൾ ഉപയോഗിച്ചും സഞ്ചരിച്ചുണ്ടായ അനുഭവങ്ങളാണ് ഈ പുസ്തകത്തിൽ. Translated into more than 10 languages, the book is considered as the conscience of the Indian nation. 10-ലധികം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ള ഈ പുസ്തകം ഇന്ത്യ മഹാരാജ്യത്തിന്റെ മനസ്സാക്ഷിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. The economist Amartya Sen called P.Sainath one of the world's greatest experts on famine and hunger. ക്ഷാമം, പട്ടിണി എന്നീ വിഷയങ്ങളിൽ ലോകത്തിലെ ഏറ്റവും മികച്ച എക്സ്പേർട്ട് എന്നാണ് P.Sainathനെ പറ്റി അമർത്യ സെൻ പറഞ്ഞിട്ടുള്ളത്. Friends, this is a brief description of P.Sainath. Now let's take a look at Salihan. Who is this Salihan? Demathi Sabar, known popularly as Salihan, was an unusually valiant Adivasi woman freedom fighter from Nuapada district of Orissa. You know, Orissa became Odisha in 2011. ഒറീസയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള നുവാപ്പഡ എന്ന ജില്ലയിലെ സലിഹ എന്ന പേരുള്ള ഗ്രാമത്തിൽ നിന്നുള്ള അസാമാന്യ ധീരതയോടെ ബ്രിട്ടീഷുകാരെ നേരിട്ട ആദിവാസി യുവതിയായ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ദീമതി സബർ. Salihan got her name from the name of her village, Saliha. സ്വന്തം ഗ്രാമത്തിന്റെ പേരായ സലിഹയിൽ നിന്നാണ് സലിഹാൻ എന്ന പേര് അവർക്ക് കിട്ടിയത്. She led a fierce revolt in 1930 against the British Raj. 1930 ബ്രിട്ടീഷുകാർക്കെതിരായി നല്ല ഉശിരൻ പ്രക്ഷോഭം നയിച്ചയാളാണ് സലിഹാൻ. She chased away the British officers who had shot her father in front of their home in Saliha village. Remember, father was targeted for his anti-Raj activities. ബ്രിട്ടീഷുകാർക്കെതിരായി സമരം നയിച്ച സ്വന്തം അച്ഛനെ സലിഹ ഗ്രാമത്തിലുള്ള തന്റെ വീടിന്റെ ഉമ്മർത്ത് വെച്ച് വെടിവെച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ സലിഹാൻ ലാത്തി കൊണ്ട് ഒറ്റയ്ക്ക് അടിച്ചോടിച്ചു. സലിഹാൻ വാസ് ഓൺലി 16 years old at that time. അന്ന് അവർക്ക് പ്രായം വെറും 16. Armed with only lathis, she and her friends attacked the armed British raiders and drove them away. കയ്യിലുണ്ടായിരുന്ന ലാത്തി മാത്രം ഉപയോഗിച്ച്
സലിഹാനും കൂടെ ഉണ്ടായിരുന്ന 40ഓളം ആദിവാസി യുവതികളും ചേർന്ന് ആ ബ്രിട്ടീഷ് സംഘത്തെ അവിടുന്ന് പടപർത്തി. Salihan said, "They destroyed our homes and our crops and they attacked my father. Of course, I would have fought them." ആ സംഭവത്തെപ്പറ്റി സലിഹാൻ പറഞ്ഞ ഇതാണ്: ഞങ്ങളുടെ വീടും വിളകളും എല്ലാം അവർ നശിപ്പിച്ചു, എന്റെ അച്ഛനെ അവർ വെടിവെച്ചിട്ടു. ഇത്രയൊക്കെ ചെയ്ത അവന്മാരെ ഞാൻ പിന്നെ വെറുതെ വിടണോ? Friends, this is Salihan. Now friends, a brief introduction. Well, this article titled "When Salihan Took on the Raj" has been published by P.Sainath on the website People's Archives of Rural India. ഇപ്പറഞ്ഞ വെബ്സൈറ്റിൽ സായിനാഥ് പ്രസിദ്ധീകരിച്ച ഒരു ആർട്ടിക്കിൾ ആണ് When Salihan Took on the Raj. Usually, men and women of the elite class are given prominence by our historians and journalists and other media men. ചരിത്രകാരന്മാരും പത്രപ്രവർത്തകരും മീഡിയക്കാരുമൊക്കെ സാധാരണ പ്രാധാന്യത്തോടെ എഴുതുന്നതും ചിത്രീകരിക്കുന്നതും സമൂഹത്തിലെ ഉയർന്ന വർഗത്തിലുള്ള ആളുകളെ പറ്റിയാണ്. ന്യൂസ് പേപ്പർ പേജസ് ആൻഡ് കോളംസ് ആർ ഫിൽഡ് വിത്ത് സ്റ്റോറീസ് ഓഫ് സച്ച് പീപ്പിൾ. ന്യൂസ് പേപ്പറുകളുടെ പേജുകളും കോളങ്ങളും അത്തരം ആളുകളുടെ കഥകൾ കൊണ്ട് നിറയും. ടെലിവിഷൻ ചാനൽസ് സെറ്റ് അപ്പാർട്ട് their prime time for the stories of such people. ടെലിവിഷൻ ചാനലുകളുടെ പ്രൈം ടൈം ഇക്കൂട്ടരുടെ കഥകൾക്ക് വേണ്ടിയുള്ളതാണ്. But freedom fighters belonging to Adivasis and other marginalized groups like Salihan, who displayed real bravery and courage in fighting the armed British police and soldiers, are usually forgotten by these journalists. എന്നാൽ ആദിവാസികൾക്കും മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിൽ നിന്നുള്ള സലിഹാനെ പോലെയുള്ള വീര പോരാളികൾക്കും പത്രത്താളുകളിലും ടെലിവിഷൻ ചാനലുകളിലും സ്ഥാനം സാധാരണ ഉണ്ടാകാറില്ല. ഹിസ്റ്ററി ബുക്സ്, ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് TV channels are silent about these equally courageous and great people like Salihan. ചരിത്ര പുസ്തകങ്ങളും ന്യൂസ് പേപ്പറുകളും ടെലിവിഷൻ ചാനലുകളും സലിഹാനെ പോലെയുള്ള വീര വനിതകളെ പറ്റി മൗനമാണ്. This article was written after the author P.Sainath visited Salihan in 2002. 2002 സലിഹാനെ സന്ദർശിച്ച ശേഷം സായിനാഥ് എഴുതിയ ആർട്ടിക്കിളാണിത്. She was nearing 90 at that time. അന്ന് അവർക്ക് ഏതാണ്ട് 90 വയസ്സ് പ്രായമുണ്ട്. A forgotten figure in history, Salihan lived in degrading poverty. ചരിത്രത്തിൽ രേഖപ്പെടുത്താതെ പോയ ആ ധീര വനിത അന്ന് മുഴുപട്ടിണിയിൽ കഴിയുകയായിരുന്നു. This article throws light on the little known story of Salihan. അറിയപ്പെടാതെ പോയ സലിഹാന്റെ കഥയിലേക്ക് വെളിച്ചം വീശുന്ന ഒരു ആർട്ടിക്കിളാണ് ഇത്. സായിനാഥ് also pays tribute to the bravery of Salihan through a poem. സലിഹാന്റെ ധീരതയ്ക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ടുള്ള ഒരു ചെറിയ കവിതയും ഈ ആർട്ടിക്കിളിന്റെ അവസാന ഭാഗത്തുണ്ട്. Friends, this is a brief introduction. Now let's take a look at the summary. Demathi Sabar, known popularly as Salihan, was a valiant Adivasi woman freedom fighter from the Nuapada district of Orissa. ഒറീസയിലെ നുവാപഡ ജില്ലയിൽ നിന്നുള്ള ധീരയായ ഒരു ആദിവാസി യുവതിയായ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് സലിഹാൻ എന്നറിയപ്പെടുന്ന ദീമതി സബർ. വിത്ത് ഓൺലി എ ലാത്തി ഇൻ ഹാൻഡ് ഷീ ടുക്ക് ഓൺ an armed British officer. കയ്യിൽ വെറും ഒരു ലാത്തി മാത്രം വെച്ചുകൊണ്ട് തോക്കുധാരിയായ ഒരു ബ്രിട്ടീഷ് പട്ടാള ഉദ്യോഗസ്ഥനെ അവർ തനിച്ചു നേരിട്ടു. She never thought she did anything extraordinary. എന്തെങ്കിലും അസാധാരണ കാര്യമാണ് അവർ ചെയ്തത് എന്നവർക്ക് ഒരിക്കലും തോന്നിയില്ല. She said that she fought them because they attacked her father and destroyed their homes and crops. തന്റെ അച്ഛനെ ആക്രമിക്കുകയും വീടും വിളകളും അവർ നശിപ്പിക്കുകയും ചെയ്തപ്പോൾ അവരെ ഞാൻ ഒറ്റയ്ക്ക് നേരിട്ടു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് ആ സംഭവത്തെപ്പറ്റി അവർ പറഞ്ഞത്. Well, it happened in 1930 when the British were crushing pro-independence agitations. ബ്രിട്ടീഷുകാർ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങൾ അടിച്ചമർത്തിക്കൊണ്ടിരുന്ന കാലത്ത് 1930 ഇത് സംഭവിച്ചത്. Salihan was just 16, working in the fields along with the other Adivasi women. മറ്റ് ആദിവാസി യുവതികളോടൊപ്പം പാടത്ത് പണിയെടുക്കുകയായിരുന്നു അന്ന് 16 വയസ്സ് മാത്രം ഉണ്ടായിരുന്ന സലിഹാൻ. Then a youngster from their village came running and told them that the British were attacking the village, torching their homes and looting their grains. ആ സമയത്ത് ഗ്രാമത്തിൽ നിന്ന് ഒരു യുവതി ഓടി കിതച്ചു വന്ന് പറഞ്ഞു,
ബ്രിട്ടീഷ് പട്ടാളം നമ്മുടെ ഗ്രാമം ആക്രമിച്ച് കത്തിച്ച് ചാമ്പലാക്കുന്നു. സലിഹാൻസ് ഫാദർ വാസ് ലൈങ് ഓൺ ദ ഗ്രൗണ്ട് ബ്ലീഡിംഗ് വിത്ത് എ ബുള്ളറ്റ് ഇൻ ഹിസ് ലെഗ്. സലിഹാന്റെ അച്ഛൻ ആ സമയം വെടിയേറ്റ് ചോര ഒലിച്ച് കാലിൽ വെടിയുണ്ട തളച്ചു കയറി സ്വന്തം വീടിന് മുന്നിൽ കിടന്നിരുന്നു. ഓൺ ഹിയറിംഗ് ദ ന്യൂസ്, Salihan ran back and attacked the officer single-handed with the lathi used for defense against animals. ഇത് കേട്ട മാത്രയിൽ വന്യമൃഗങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി കയ്യിൽ കരുതിയിരുന്ന ലാത്തിയുമായി ഓടി തോക്കുധാരിയായ ആ ബ്രിട്ടീഷ് പട്ടാള ഓഫീസറെ സലിഹാൻ ഒറ്റയ്ക്ക് നേരിട്ടു. She chased the man around the village and beat him. ലാത്തി കൊണ്ട് തുരുതുര അടിച്ച് അയാളെ ആ ഗ്രാമത്തിന് ചുറ്റും അവൾ ഓടിച്ചു. The other young women attacked the rest of the officers. മറ്റു പട്ടാളക്കാരെ അവളോടൊപ്പം ഉണ്ടായിരുന്ന 40ഓളം ആദിവാസി യുവതികൾ അടിച്ചു തുരത്തി. Salihan attended to her father, who was later arrested for organizing anti-British agitation. മുറിവേറ്റ് കിടന്നിരുന്ന തന്റെ അച്ഛനെ സലിഹാൻ ശുശ്രൂഷിച്ചു. സമരത്തിൽ പങ്കെടുത്തതിന് പിന്നീട് അയാളെ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് റായ്പൂർ ജയിലിൽ അടച്ചു. When the author met Salihan, who was 90 at that time, she still had the strength and the beauty in her face, but was very weak due to old age, illness, poverty, and partial blindness. But her long arms were still strong. ഈ ആർട്ടിക്കിൾ എഴുതിയ സായിനാഥ് 2002 സലിഹാനെ കാണുമ്പോൾ അവർക്ക് 90 വയസ്സായിരുന്നു പ്രായം. ആ പഴയ ശക്തിയും സൗന്ദര്യവും അപ്പോഴും ആ മുഖത്തുണ്ടായിരുന്നു. പക്ഷേ കാഴ്ച മങ്ങി, പട്ടിണി, രോഗം, പ്രായാധിക്യം തുടങ്ങിയ കാരണങ്ങളാൽ അവശതയും ഉണ്ടായിരുന്നു. എന്നാൽ ആ നീണ്ട കരങ്ങൾക്ക് ശക്തി ഒട്ടും കുറവുണ്ടായിരുന്നില്ല. No one remembered the bravery of this great woman. ഈ മഹതിയുടെ ധീരത ഓർക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. She was almost forgotten and left to live in poverty with no pension or livelihood. വിസ്മൃതിയിലായി, പെൻഷനുമില്ല, മറ്റ് സഹായങ്ങളുമില്ല, പട്ടിണിയും പരിവാരവുമായി അവർ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു. Her only possession was a multicolored bravery certificate. കയ്യിലാകെ ഉണ്ടായിരുന്നത് വെറും ഒരു കടലാസ് കഷണം, ധീരതയ്ക്കുള്ള താമ്രപത്രം. Her village, Salihan, now is dominated by rich feudal lords who once supported the British Raj. ഒരു കാലത്ത് ബ്രിട്ടീഷുകാരോടൊപ്പം നിന്നിരുന്ന ഫ്യൂഡൽ പ്രഭുക്കന്മാരാണ് ഇന്ന് അവളുടെ ഗ്രാമത്തലവന്മാർ. Finally, when the author left, Salihan waved with a smile. Later, she died. അവസാനം നമ്മുടെ എഴുത്തുകാരൻ സായിനാഥ് അവിടെ ഇറങ്ങിയപ്പോൾ ഒരു പുഞ്ചിരിയോടുകൂടി സലിഹാൻ കൈ ഉയർത്തി ടാറ്റ പറഞ്ഞു. പിന്നീട് അവർ മരിക്കുകയും ചെയ്തു. Well, friends, Sainath concludes the article with a short poem that pays a fitting tribute to Salihan. ഈ ആർട്ടിക്കിൾ സായിനാഥ് അവസാനിപ്പിക്കുന്നത് ഒരു ചെറിയ കവിതയിലൂടെയാണ്, നമ്മുടെ ധീരയായ സലിഹാന് പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട്. Here is a brief summary of the poem. ഇതാണ് കവിത. Journalists and media men won't tell Salihan's story on page 3 and prime time because their space and time are only for the painted faces of the upper class celebrities who kill and blame and then speak like a saint. മീഡിയക്കാർക്കും പത്രപ്രവർത്തകർക്കുമൊന്നും സലിഹാന്റെ കഥ പറഞ്ഞ് സമയം പാഴാക്കാനില്ല. അവരുടെ ടിവിയിലെ പ്രൈം ടൈമും പേപ്പറിന്റെ 3-ാം പേജുമൊക്കെ നാട് മുഴുവൻ കൊല്ലും കൊലയും നടത്തിയിട്ട് പുണ്യാളന്മാരെ പോലെ സംസാരിക്കുന്ന സെലിബ്രിറ്റികളുടെ ചായം തേച്ച മുഖങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. The British burnt their houses, unleashed terror and looted them. ബ്രിട്ടീഷ് പട്ടാളം ആദിവാസികളുടെ വീടുകൾക്ക് തീയിട്ടു, അവരെ കൊള്ളയടിച്ചു, അങ്ങനെ അസാമാന്യ ഭീകരത അഴിച്ചുവിട്ടു. Salihan's father and kin lay wounded. സലിഹാന്റെ അച്ഛനും ബന്ധുക്കളും വെടിയേറ്റ് ചോര ഒലിച്ചു കിടന്നു. But Salihan faced them single-handed. ആ പട്ടാളക്കാരെ സലിഹാൻ ഒറ്റയ്ക്ക് നേരിട്ടു. Now she is old and grey. ഇന്നവൾക്ക് പ്രായമായി, ജരാതരകൾ ബാധിച്ചു. The old spark is still there in her eyes. എന്നാൽ ആ പഴയ തിളക്കം കണ്ണുകളിൽ ഇന്നുമുണ്ട്. She lived and died poor and hungry. പാവം, ദരിദ്രയായി, വിശന്ന് ജീവിക്കുകയും മരിക്കുകയും ചെയ്തു അവർ. The people in power today at her village served the British once. ഇന്ന് അവളുടെ ഗ്രാമം ഭരിക്കുന്നവർ
ഒരു കാലത്ത് ബ്രിട്ടീഷുകാർക്ക് പാദസേവ ചെയ്ത ഭൂപ്രഭുക്കന്മാരാണ്. There is nothing to worry about if the modern media men ignore her. ഇന്നത്തെ പുതിയ തലമുറ മീഡിയക്കാർ നമ്മുടെ സലിഹാന്റെ കഥ പറഞ്ഞില്ലെങ്കിൽ വേണ്ട. Our children should certainly know about Salihan. നമ്മുടെ കുട്ടികൾ സലിഹാന്റെ കഥ കേൾക്കണം. Not sponsored by Pepsi and Coke. പെപ്സിയുടെയും കൊക്കക്കോളയുടെയും സ്പോൺസർഷിപ്പിലൂടെ അല്ല അത് കേൾക്കേണ്ടത്. പിന്നെയോ, this author Sainath is there to talk and write about Salihan. വേണ്ട, ഞാനുണ്ട് ഇവിടെ സായിനാഥ് സലിഹാന്റെ കഥ പറയാൻ. Well friends, this is all about the summary of when Salihan took on the Raj. Thank you for being with me. I'll see you soon. Bye bye.